നമ്മളിപ്പോൾ വയനാട്ട് വീട്ടിലാട്ടോ ഉള്ളത്. അപ്പോൾ നാളെ ചേട്ടൻ്റെ കല്യാണമായിട്ട് ഇന്നാണ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാനന്തവാടി ടൗണിലേക്ക് പോകുന്നത്. അങ്ങനെ ചേട്ടന് ഞാനും കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇതാ മിൻറ്റ് എല്ലാം കുടിച്ചു. പിന്നെ കാറ് കാണിക്കാനുണ്ടായിരുന്നു. കാറെല്ലാം നോക്കിയിട്ടോ. ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, അത്ര തിരക്കായിരുന്നു കേട്ടോ ഡ്രസ്സിൻ്റെ കടയിൽ. അത് എല്ലാം നോക്കി ഇറങ്ങി വന്നപ്പോഴത്തേനും സമയം 2 മണിയായി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചായയൊക്കെ കുടിച്ച് വീടിനടുത്താട്ടോ നമ്മുടെ ഈ ടൗൺ ഉള്ളത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ റോളൊക്കെ വെച്ചിട്ടാട്ടോ വീട്ടിലേക്ക് പോയത്. 4 മണിയായപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. എനിക്ക് എവിടെ പോയാലും തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ചോദിച്ചില്ല ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചീരത്തോരനും സാമ്പാറും നമ്മുടെ വീട്ടിലെ കുളത്തിലുണ്ടായിരുന്ന മീൻ കേട്ടോ. ആ മീൻ വറുത്തതും മുതിരത്തോരനും ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചോറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രാത്രി 8 മണിയായപ്പോൾ നമുക്ക് കല്യാണച്ചക്കൻ്റെ വീട്ടിലേക്ക് പോകണ്ട, അങ്ങനെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ കല്യാണച്ചക്കനാണ് നമുക്ക് ഗേറ്റൊക്കെ തുറന്നു തരുന്നത്. അപ്പോൾ വല്യമ്മയും അമ്മയും കൂടെ കണ്ടതിന് സന്തോഷത്തിൽ അവർ രണ്ടുപേരും കൂടെ ഭയങ്കര കഥ പറച്ചിലാട്ടോ. അപ്പോൾ വല്യമ്മയോട് പറഞ്ഞു, മോനെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഉണ്ണിയപ്പം വല്യമ്മ എനിക്ക് എടുത്ത് തന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന പഴം കൂടി എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് ചോറുണ്ട്. പക്ഷേ ചോറുണ്ടെന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഫുള്ള് തിരക്കായിരുന്നു. കാരണം നമുക്ക് നാളെ രാവിലെ 3 മണിയാകുമ്പോൾ വേണം കേട്ടോ കല്യാണത്തിന് പോകാൻ. കാരണം ഇത് കർണാടകയുള്ള ശകലേശ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ അവർ ഭയങ്കര ധൃതി പിടിച്ച ഒരു പോക്കും നിപ്പും ഒക്കെ ആയിരുന്നു. പിന്നെ കപ്പ വറുത്ത എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കപ്പ വറുത്ത എല്ലാം ഞാൻ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ, കാരണം രാവിലെ നമുക്ക് പോവണ്ടേ.